ദൈവത്തിന് മഹത്വം. എക്സോഡസ് ബൈബിൾ സ്റ്റഡി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ലീഡ് ബൈബിൾ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു? മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ ശരീരത്തിൽ ജീവിക്കുമെന്ന് പറയാം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ തെളിവുകളെല്ലാം ഹാജരാക്കി. കുറേ കാര്യങ്ങളൂടെ പറയാനുണ്ട്, അത് കുറേ കാലം നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ പങ്കുവച്ചത്. ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും, 5 യവത്തപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അത് യേശുവിൻ്റെ പക്കൽ കൊടുത്തിട്ട് അത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത് 5000 പേർക്ക് പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചു അല്ലേ? 12 കൊട്ട നിറച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചു അല്ലേ? അപ്പോൾ ആ 12 കൊട്ട നിറച്ച് 12 ശിഷ്യന്മാർക്ക് ദൈവനാമത്തെക്കുറിച്ച് അല്ലേ, യേശുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുവാനുള്ള ദൈവവചനം അവർ നിറച്ചു കൊടുത്തിട്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഒരു സംഭവ പശ്ചാത്തലമാണ് നമ്മളത് അതിനെക്കുറിച്ച് പഠിക്കുവാനിടയായത് അതല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ദൂത് ദൈവം എന്നെ കാണിച്ചൊരു കാര്യം അതിനോട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ശുശ്രൂഷയും പഴയ കാലത്തെ ശുശ്രൂഷയും യേശുവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ ചെയ്ത വേലയും ദൈവവേലയും യേശുവിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയും ഇപ്പോഴത്തെ ദൈവദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷയും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ ആ കഴിഞ്ഞ ദിവസം വായിച്ച ആ വേദഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:41. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു അല്ലേ? അവൻ്റെ വാക്യം. അന്നേരം ജീവന്റെ അപ്പമായി യേശു അല്ലേ വന്നു. യേശു വന്നപ്പോൾ യേശുവിനെ ആരും അംഗീകരിക്കാതിരുന്നപ്പോൾ ഈ അപ്പം മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു അല്ലേ? ജീവന്റെ അപ്പം അല്ലേ? ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന അപ്പം മുറുക്കി ശിഷ്യന്മാർ 12 പേർക്കും 12 കൊട്ട എന്ന് വെച്ചാൽ 12 പേർക്ക് ഓരോ കൊട്ടയും കൊടുത്തു വിട്ടു അല്ലേ? കൊടുത്തു വിട്ട് ശിഷ്യന്മാർ യേശു മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ ദൂതുകൾ വിവിധ ഇടങ്ങളിൽ പ്രസ്താവിച്ചു. യഹൂദത്തിലും ശമരിയയിലും വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പ്രസംഗിച്ചു അല്ലേ? യേശുവിനെ കുറിച്ച് പിതാവിനെ കുറിച്ച് പുത്രനെ കുറിച്ച് പഠിച്ചു. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിനെ കുറിച്ച് പറയണം അല്ലേ? പുത്രനെ കുറിച്ച് പറയണം, പരിശുദ്ധാത്മാവിനെ. ഈ 3 വിഷയമല്ലാതെ വേറൊരു വിഷയമല്ല അവരെ കൊടുത്തത്. ഈ 3 ആളുകളെ കുറിച്ച് വ്യക്തമായ ഉള്ള ധാരണ മൂലം, വ്യക്തമായ കാഴ്ചപ്പാട് മൂലം ഞങ്ങളെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് വ്യക്തമായി തന്നെയാണ് ശിഷ്യന്മാർക്ക് ഈ 12 കൊട്ട നിറച്ചു കൊടുത്തത് അല്ലേ? അങ്ങനെ നിറച്ചു കൊടുത്ത് ശിഷ്യന്മാർ വേല ചെയ്തു അല്ലേ? 12 ശിഷ്യന്മാരും വേല ചെയ്തു അല്ലേ? യേശുവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു, വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു, യേശുവിൻ്റെ നാമത്തിലേക്ക് ജാതികളെ അടുപ്പിച്ചു അല്ലേ? സഭയോട് ചേർത്തു എന്നല്ലേ വായിക്കുന്നത്. അവര് ശിഷ്യന്മാരെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി വേല ചെയ്ത് യേശുവിൻ്റെ നാമത്തിലേക്ക് ജനങ്ങളെ അഥവാ മറ്റുള്ള ആൾക്കാരെ മുഴുവൻ യഹൂദജനത്തെ മറ്റുള്ളവരെ അടുപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു, അടുപ്പിച്ചു അല്ലേ? അങ്ങനല്ലേ വായിക്കുന്നു. പിന്നെ നമുക്ക് അന്നേരം അതിനകത്ത് എന്നോട് പറഞ്ഞൊരു വെളിപ്പാട്, പറഞ്ഞൊരു കാര്യം നമുക്ക് അതിൻ്റെ കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്നോട് കാണിച്ചൊരു കാര്യം. നമ്മുടെ രാജ്യത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലേ? വലിയ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുകൊണ്ട് ഓരോ ഘട്ടങ്ങൾ ഇപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ വലിയ കാര്യങ്ങൾ വരുന്നില്ല അല്ലേ? ഇപ്പം എല്ലാം മൊബൈൽ വഴി ഇമെയിലും ഒക്കെ അയക്കുന്നതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാട് ദൈവാത്മാവിനെ. ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസിൽ എല്ലാ ലെറ്ററും വരും, എല്ലാ എഴുത്തുകളും അതിനകത്ത് വരും. പക്ഷെ ഈ എഴുത്ത് മുഴുവൻ വായിക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസിൽ തന്നെ, വായിച്ചതിന് മറുപടി കൊടുക്കുന്നു ഈ പോസ്റ്റ് ഓഫീസ് തന്നെയാണ്. സാധാരണ നമ്മളിവിടുത്തെ പോസ്റ്റ് ഓഫീസ് അങ്ങനെയല്ലോ, നമ്മൾ ലെറ്റർ അയക്കുന്നു, അവിടുന്ന് അവരെ എവിടെ കൊണ്ടെത്തിക്കണോ അവിടെ കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം അല്ലേ? ഇതിനകത്ത് ആ ഉത്തരവാദിത്വം കൊണ്ട് ഒന്ന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ഇവർ വായിച്ചു നോക്കി അതിനുള്ള മറുപടിയും അവിടുന്ന് തന്നെയാണ്
കൊടുക്കുന്നത്. ഇത് ഈ പോസ്റ്റ് ഓഫീസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ച ഭാഗം എന്നെ കൊണ്ട് ദൂതൻ ഇങ്ങനെ പോയി. വലിയൊരു പോസ്റ്റ് ഓഫീസ് കാണിക്കും, വലിയൊരു പോസ്റ്റ് ഓഫീസ്. ചെന്ന് കയറിയപ്പോൾ ആദ്യത്തെ മുറിയിലോട്ട് കയറിയപ്പോൾ തിരക്കിട്ട പ്രവർത്തനങ്ങൾ നടക്കും. തിരക്കിട്ട പ്രവർത്തനങ്ങൾ അല്ല, നമ്മൾ ലെറ്ററൊക്കെ കാണുമ്പോൾ ആദ്യമേ അവിടെ നോക്കുന്നുണ്ട്, വണ്ടിയിൽ നിന്നെടുത്ത് ലെറ്ററെല്ലാം എടുത്ത് റൂമിലേക്ക് ഇടുന്നു. അവിടുന്ന് ഓരോരുത്തടുത്ത് സീലടിക്കുന്നു, അല്ലേ? സീൽ ചെയ്യുന്നു, അടുത്ത ആണ്ടിലോട്ട് കൈമാറുന്നു. അത് കഴിഞ്ഞ് അഡ്രസ്സ് വായിച്ചു നോക്കുന്നു. അഡ്രസ്സ് വായിച്ചു നോക്കി വെച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. അവിടുന്ന് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുക്കുന്നു, അല്ലേ? ഇങ്ങനെ ഒരു 2-3 തട്ടുകൾ എന്ന് പറഞ്ഞാൽ വലിയ 5-6 റൂമുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ഈ റൂമിൻ്റെ അകത്ത് ആദ്യത്തെ റൂമിൽ ചെന്നപ്പോൾ ലെറ്റർ എല്ലാം വന്ന് വരുന്നു. അവർ സീലടിക്കുന്നു, അല്ലേ? അവർ എല്ലാ ലെറ്ററും വന്ന് ഒരു 1000 അതിമേലുള്ള തൊഴിലാളികളുണ്ട് അതിനകത്ത് വർക്ക് ചെയ്യുക. ഒരു മൊത്തം ലെറ്ററും വന്ന് വായിച്ച് ആദ്യം വന്ന് ലെറ്റർ എല്ലാം എടുത്ത് നോക്കുന്നു. നോക്കിയിട്ട് വായിക്കുന്നില്ല, സീൽ ചെയ്യുന്നു. സീൽ ചെയ്തിട്ട് അടുത്ത മുറിയിലേക്ക് കൊടുക്കും. സീൽ ചെയ്യുന്നു, അടുത്ത മുറിയിലേക്ക് കൊടുക്കും. അടുത്ത മുറിയിൽ ചെന്ന് ഈ മുറിയിൽ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാം. ഒന്ന് അടുക്കാൻ പോലും തരാം, വിശ്രമമില്ലാതെ പണി ചെയ്യുക, അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത മുറിയിലേക്ക് കൊണ്ടുവന്ന ഈ ലെറ്റർ, ആ ഒരു സീലടിച്ച ലെറ്റർ പൊട്ടിച്ച് വായിച്ചു നോക്കുക. ലെറ്റർ വായിച്ചു നോക്കുക, എന്തോ ആശയം എന്നുള്ള വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാവരും വായിക്കുന്നു. അതിന് അടുത്തിരിക്കുന്ന ആളുകളോട് ഇത് കൊടുക്കുന്നു. ഇതിന് മറുപടി എഴുതുക. അടുത്തത് ഈ മറുപടി ഇവർ വായിച്ച ലെറ്ററിനകത്ത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ എന്താണ് അതിന് കൊടുക്കേണ്ട മറുപടി, അല്ലേ എന്ന് അവർ നോക്കിയപ്പോൾ ആ മറുപടി അടുത്ത ആള് അതിന് മറുപടി കൊടുക്കുക. കൊടുത്തിട്ട് ഇത് പായ്ക്കുക. അടുത്ത റൂമിലേക്ക് ചെന്നപ്പോൾ ഇത് പായ്ക്കുക, ഇത് മടക്കുക. ലെറ്ററിന്റെ മറുപടി അടുത്ത ലെറ്റർ എഴുതി മടക്കി സീൽ ചെയ്ത് അയക്കുന്ന പരിപാടി. ഇത്രയും പരിപാടി അവിടെ നടക്കുന്നു, അല്ലേ? ഇത്രയും പരിപാടി അവിടെ നടക്കുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും മനസ്സിലായില്ല. എന്നെ ഇങ്ങനെ കാണിച്ചു, ഒരു കാര്യവും മനസ്സിലായില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഈ ലെറ്ററിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അവർ പൊട്ടിക്കത്തില്ല, അവർ വായിക്കത്തില്ല, അവർ തരുന്ന ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഏത് അഡ്രസ്സിനുണ്ടോ അവിടെ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ ലെറ്ററെല്ലാം ഒരു പ്രാർത്ഥനയാണ്. ഇപ്പോഴത്തെ നമ്മുടെ വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ലെറ്റർ കംപ്ലീറ്റ്. മുകളിലത്തെ പോസ്റ്റ് ഓഫീസിലോട്ട് വരുന്നു. ഈ പ്രാർത്ഥനയാകുന്ന ലെറ്റർ മുഴുവൻ പോസ്റ്റ് ഓഫീസിലോട്ട് വരുന്നു. അവർ വന്ന് ആദ്യത്തെ ലെറ്ററിന് സീലടിച്ചു. അടുത്ത ലെറ്റർ അപ്പുറത്തെ മുറിലോട്ട് പോയപ്പോൾ അവർ വായിക്കുക, അല്ലേ? വായിച്ചു നോക്കി എന്താണ് പ്രാർത്ഥന വിഷയം. ആ പ്രാർത്ഥന വിഷയം എൻ്റെ മകൾക്ക് അസുഖമാണ്, അതിന് ഒരു വിടുതൽ വേണം. അത് അങ്ങോട്ട് കൊടുത്തു. അവർ സീലടിച്ചു. അതിന് മറുപടി അയച്ചു കൊടുത്തു. ഏതെല്ലാം വിഷയമാണോ? പിന്നെ ഒരാൾ എഴുതിയിരിക്കുന്നു, എനിക്ക് നല്ലൊരു കാർ വേണം. അതിന് അവർ നോക്കിയപ്പോൾ കാറിന് മറുപടി അയക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, വിശ്വാസികളുടെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ ലെറ്ററാണ് ഈ വരുന്നത്. ഈ ലെറ്റർ വന്നിട്ട് ഇവർ വായിച്ചു നോക്കി, സീലടിച്ചു. വായിച്ചു നോക്കിയിട്ട് അടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരതിൻ്റെ മറുപടി അയച്ചു, പാക്ക് ചെയ്തു, മറുപടി അയക്കുക. ഇതാണ് ആ സംഭവം. അത് കഴിഞ്ഞിട്ട് അടുത്ത മുറിയിലേക്ക് ഞാൻ ചെന്നു. വീണ്ടും മുറികളുണ്ട്. സീൽ വായിച്ചു. അടുത്ത മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് അവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങും. അവിടെ ഒരു 10,000 തൊഴിലാളികൾ മൊത്തം പേരും കിടന്ന് ഉറങ്ങും. എനിക്കങ്ങ് ദേഷ്യമായി. ഇവരെന്തിന് ഇത്രയും പണികൾ ചെയ്യുന്നു, ഇവിടെ കിടന്ന് നല്ല ശരിക്കും പണി ചെയ്യുന്നു, സീലടിക്കുന്നു, അങ്ങോട്ട് മറുപടി അയക്കുന്നു, ഇതെല്ലാം ചെയ്തു വെച്ച് ഈ ഒരു റൂമിൽ വന്നപ്പോൾ മുഴുവൻ പേരും കിടന്ന് ഉറങ്ങും. ഞാൻ ഒരാളെ തട്ടി പിടിച്ചു, ചേട്ടാ എഴുന്നേരെ, സാറേ എഴുന്നേരെ. അവനെന്നെ തള്ളി മാറ്റി വെച്ച് വീണ്ടും അതേപോലെ തന്നെ കിടന്നു. ഞാൻ വീണ്ടും കൊട്ടി വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പം ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൊട്ടിയെ വിളിച്ചാണ്. എന്തിനാ എന്നെ ഉണർത്തുന്നതെന്ന് ചോദിച്ചു. എന്നെ ഉണർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും പണികൾ അവിടെ നടക്കുന്നു, അവരെല്ലാം ഓരോ പണിയിലാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഞെട്ടി ഉണർന്ന് എഴുന്നേക്കുന്നു. എഴുന്നേക്കുന്നു. എനിക്കിതിനെക്കുറിച്ച് ഒരാശയവും പിടിക്കില്ല. എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് കുറച്ചുകൂടെ കുറേ നേരം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഉറങ്ങി കിടന്ന കംപ്ലീറ്റ് ആൾക്കാർ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ശക്തമായിട്ട് എല്ലാവരും ഉഷാറായിട്ട് എഴുന്നേറ്റിട്ട് ഒരാളെ സ്വീകരിക്കാനായിട്ട് നോക്കി നിൽക്കുന്നു. ഇവരെല്ലാം എഴുന്നേറ്റു.
വലിയൊരു കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കിരീടം ഒരുടെ കയ്യിലിരിപ്പുണ്ട്. ഈ കിരീടം വെച്ച് അയാളെ സ്വീകരിക്കുകയാണ്. ആ കിരീടത്തിന്റെ അകത്ത് ഓരോ നക്ഷത്രങ്ങൾ ഇങ്ങനെ വെക്കാനായിട്ട് ഓരോരുത്തർ എല്ലാവരും നിൽക്കുകയാണ്. ഒരു കിരീടമുണ്ട്, ഒരാളുടെ നല്ലൊരു കിരീടമുണ്ട്. ആ കിരീടം ഒരാളുടെ തലയിൽ വെക്കാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും സഡൻ റെഡിയായി നിൽക്കും. ഉറങ്ങിയിരുന്ന പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ സ്വീകരിക്കാനായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരാളെ ഫസ്റ്റിലെ വന്ന ഒരാളെ നല്ലപോലെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ ആ കിരീടം വെക്കുന്നു. കിരീടം വെച്ചിട്ട് ഓരോ നക്ഷത്രങ്ങൾ ഈ കിരീടത്തിന് ചുറ്റും വെച്ചു കൊടുക്കുന്നു. ഓരോ അവിടെ ഉറങ്ങിക്കിടന്ന ഒരു മുഴുവൻ പേര് ഓരോ നക്ഷത്രങ്ങൾ വെച്ചു കൊടുക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, ഇതെന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ഇതെന്താ ഈ കാണിക്കുന്നത്? അദ്ദേഹത്തിന് നിങ്ങളെല്ലാം ഉറങ്ങിക്കിടന്നപ്പോൾ ഇപ്പം എന്താണ് ചാടി എഴുന്നേറ്റ് നിങ്ങൾ കിരീടം വെച്ചു, അതിൻ്റെ മണ്ടയ്ക്ക് ഓരോ നക്ഷത്രങ്ങൾ വെച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഇപ്പോഴത്തെ വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുന്നു, അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു, അല്ലേ? നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ? കർത്താവ് എനിക്ക് ആവശ്യമുണ്ട്, ഇന്ന ആവശ്യം നടത്തി തരണം, അല്ലേ? അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളിത് മൊത്തം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ യേശുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി യേശു കൊടുത്തുവിടുന്നു, അല്ലെ ദൈവം കൊടുത്തുവിടുന്നു, അല്ലെ പരിശുദ്ധാത്മാവ് കൊടുത്തുവിടുന്നു. ഈ ഏതെല്ലാം പ്രാർത്ഥന വിഷയമുണ്ട് അതിനെല്ലാം മറുപടി കൊടുക്കുന്നു. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ, നമുക്ക് വസ്തുവില്ല, ബുദ്ധിമുട്ടാണ്, പിന്നെ ഞെരുക്കമാണ്, പിന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും, മക്കളെ നല്ല രീതിയിൽ കെട്ടിക്കണം, അല്ലേ? ഈ അപേക്ഷയെല്ലാം അഥവാ ഈ പ്രാർത്ഥനാ വിഷയമെല്ലാം കവറിലാക്കി നമുക്ക് മടക്കി അയച്ചു തരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ദൈവം തരുന്നുണ്ടോ, അല്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെല്ലാം മുക്കാലും നടത്തി തരുന്നുണ്ടോ? ഇവർക്കെല്ലാം മറുപടിയും കൊടുത്തു, അല്ലെ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ടോ, അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങളല്ല, ഈ നമ്മുടെ പ്രാർത്ഥനയാണ് ഈ ലെറ്റർ എന്ന് പറയുന്നത്. ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ലെറ്റർ മൂലം ഇങ്ങോട്ട് തരുന്നത്. പക്ഷേ അപ്പുറത്തെ മുറി ചെന്നപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുക. എന്നാൽ ഞാൻ ചോദിച്ചു, അപ്പുറത്തെ മുറിയിൽ എന്തുകൊണ്ട് കിടന്നുറങ്ങുന്നത്? അപ്പം പറഞ്ഞു, ഇപ്പോഴത്തെ ആൾക്കാരും ഒറ്റ ഒരാൾ പോലും എൻ്റെ നാമത്തെ ശുശ്രൂഷിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരാളെ നേടാനോ ഒരാളും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കിടന്നുറങ്ങുന്നതെന്ന് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഉണർന്നിരിക്കുക, ഞങ്ങളുടെ ആൾക്കാർ മൊത്തം ഉണർന്നിരിക്കുക. അവർക്ക് വേണ്ടിയ മറുപടി കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലേ? അവർക്ക് വേണ്ടിയ മറുപടി എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി, എൻ്റെ നാമത്തെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഒരു ഒറ്റ ആത്മാക്കളെ നേടാൻ ഒരാളും താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ സുവിശേഷവുമായി ഞാൻ കൊടുത്തുവിട്ട ശിഷ്യന്മാരെ ഏൽപ്പിച്ച 12 കൊട്ട ഒരൊറ്റ ഒരാളും വ്യാപാരം ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർ വ്യാപാരം ചെയ്യാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഉറങ്ങിക്കിടക്കുന്നവരൊന്ന് ഉണർത്താൻ, അഥവാ ഇതിന്റെ പാർട്ടായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ഉണർത്താനായിട്ട് ഇവിടെയുള്ള ആർക്കും കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിനെ പോലും നേടാൻ ഒറ്റ ഒരാൾക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് എഴുന്നേറ്റല്ലോ, അല്ലേ? ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ എഴുന്നേറ്റു, ഒരു കിരീടമൊക്കെ വെക്കാനായിട്ട് എഴുന്നേറ്റു, അതെന്താ? അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, പത്രോസിന് വേണ്ടിയാണ് ആ കിരീടം. ഞാൻ ചോദിച്ചു, പത്രോസ് എന്നാ കാണിച്ചു? ഞാൻ കൊട്ടയുമായിട്ട് പത്രോസിനെ വിട്ടു, അല്ലെ? പത്രോസും ഒരു ശിഷ്യനല്ലായിരുന്നു. ഞാൻ കൊട്ടയുമായിട്ട് പത്രോസിനെ വിട്ടു. പത്രോസ് പോയി ഒറ്റ പ്രസംഗത്തില് എത്ര പേരാ? 3000 പേര് രക്ഷിക്കപ്പെട്ടു വന്നു, അല്ലെ? 3000 പേര് എന്റെ നാമത്തെ സ്നേഹിച്ച് എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു, അല്ലെ? എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു, അല്ലെ? ഞാൻ കൊട്ട കൊടുത്ത, അല്ലെങ്കിൽ പത്രോസ്, അല്ലെ? പത്രോസിന്റെ ഞാനൊരു കൊട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 കൊട്ട വിരിച്ചപ്പോൾ ഒരു കൊട്ട ഞാൻ പത്രോസിന് കൊടുത്തു. പത്രോസിന് കൊടുത്ത ആ കൊട്ടയും കൊണ്ട് പത്രോസ് പോയി ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. 3000 പേരെയും കൊണ്ടാണ് വന്നത്. 3000 പേരെയും കൊണ്ട് എന്റെ നാമത്തെ സ്നേഹിപ്പാൻ, എന്നിലേക്ക് ആദായപ്പെടുത്താൻ ഈ പത്രോസ് ഒരൊറ്റ പ്രസംഗം കൊണ്ട് സാധിച്ചു. ഈ ഒറ്റ പ്രസംഗം കൊണ്ട് പത്രോസ് എന്റെ അടുക്കലേക്ക് ഈ 3000 ആത്മാക്കളെ കൊണ്ട് വരുക. 3000 ദൈവനാമത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുവാൻ, എന്റെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ ഈ പത്രോസ് കൊണ്ടുവന്ന ആൾക്കാരെ, ഈ 3000 പേര് ഒറ്റ ട്രിപ്പിന് വന്ന
ഈ 3000 പേരെ കാണുന്നതിന് മുമ്പ് അവിടുന്ന് അവന്റെ ശബ്ദം കേട്ടപ്പോഴേ പത്രോസ് ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റു, തയ്യാറെടുപ്പായി. ഇവന് കിരീടം കൊടുക്കണം. 3000 പേരെ നേടിക്കൊണ്ട് വന്നിരിക്കുക. എന്റെ നാമത്തെ സ്നേഹിക്കാനായിട്ട് 3000 പേരെ നേടിക്കൊണ്ട് വന്നിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഇവരെ സ്വീകരിക്കണ്ടേ? ഞാൻ ഇത്ര നാളും കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരും ദൈവനാമത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തെ സ്നേഹിച്ച് ഒറ്റ ഒരാൾ പോലും ഒരാത്മാക്കളെ നേടുന്നില്ല. ഒരാത്മാക്കളെ നേടുന്നില്ല, അതുപോലെ ദൈവസ്നേഹത്തിൽ നിൽക്കുന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പത്രോസ് ആളിനെയും കൊണ്ട് വരുന്നു, 3000 പേരെ കൊണ്ട് വരുന്നു, 3000 ആത്മാക്കളെ കൊണ്ട് വരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല. ഞങ്ങൾ ചാടി എഴുന്നേറ്റ് അവനെ സ്വീകരിക്കാനായിട്ട്, കിരീടം വെക്കാനായിട്ട്, അവന്റെ മുകളിലേക്ക് കിരീടം വെക്കാൻ, അവന്റെ തലയിലേക്ക് കിരീടം വെക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുക. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ദൈവനാമത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടി പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കുവാനായിട്ട് ഈ 3000 പേരെ കൊണ്ട് പത്രോസ് വന്ന് നിൽക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചാടി എഴുന്നേറ്റ് അവനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുക. അപ്പൊ ഈ ഉറങ്ങിക്കിടന്ന ആയിരക്കണക്കിന് ആൾക്കാർ, ജോലി ചെയ്യേണ്ട സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ 1000 പേര് ചാടി എഴുന്നേറ്റ് പത്രോസിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുക. പത്രോസിനെ സ്വീകരിച്ച മാത്രം ഈ കിരീടം വെച്ചു ഓരോ ആത്മാക്കൾക്കും ഓരോ നക്ഷത്രം വെച്ച് കൊടുക്കുക. ഈ ഓരോ ആത്മാക്കൾക്ക് ഈ നക്ഷത്രം വെച്ച് ഇങ്ങനെ കൊടുക്കുക. ഈ നക്ഷത്രം ശോഭയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ കിരീടത്തിന്റെ മണ്ടയ്ക്ക് എത്ര ആത്മാക്കളെ നേടുന്നോ അത്രയും നക്ഷത്രം വെച്ച് കൊടുക്കുമ്പോൾ എന്തോ ഒരു ശോഭയായിരിക്കും ആ പത്രോസിന്. ആ കിരീടത്തിന്, പത്രോസിന് വെച്ച് കൊടുത്ത ആ കിരീടത്തിന് എന്തുമാത്രം ശോഭയായിരിക്കും. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നക്ഷത്രം, സാധാരണ ഒരു നക്ഷത്രം ഒരു ഇപ്പത്തരോട് വെച്ച് കഴിഞ്ഞാൽ ഒരു കിരീടത്തോട് എന്ത് ശോഭയുണ്ടോ? അപ്പൊ 3000 നക്ഷത്രം ആ റൗണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ, ആ കിരീടത്തോട് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ശോഭയുണ്ട്. അങ്ങനെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ നമ്മളെപ്പോലുള്ള ദേവദാസന്മാരാരും, നമ്മളെപ്പോലെ നമ്മൾ ദേവദാസനൊന്നുമല്ല, എന്നാലും ദേവദാസന്മാരാരും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഒരു സഭയുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, ആ സഭയിലുള്ള വിശ്വാസം കൊണ്ടിരിക്കും. അല്ലാതെ അവർ പുറത്ത് പോയി ഒറ്റ ആത്മാക്കളെ നേടുന്നില്ല. സഭാവിശ്വാസത്തിലെ വീട്ടിലല്ലാതെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്കിപ്പോൾ ആരും കുറ്റം പറയുമല്ല. സഭാവിശ്വാസത്തിൽ ആരെങ്കിലും വീട്ടിലല്ല വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഒരു സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തിയെ നേടാൻ ഒറ്റരാക്കാൻ കഴിയുന്നില്ല. ഈ ഉള്ള വ്യക്തികളെ കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ അറിയുക? പോയി ഇറങ്ങുക. 12 കൊട്ട കൊടുത്തും വെച്ച് 12 കൊട്ട ഇനിയും ശേഷിച്ചിരിക്കുക. ഈ അപ്പം കൊടുക്കാനായിട്ട് ഒത്തിരി പേരുണ്ട്. ഇവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് കിടക്കുക വെളിയിൽ. ഇവരെ ആദായപ്പെടുത്താൻ ഒരാളും തയ്യാറാവുന്നില്ല. അപ്പോഴാണ് പത്രോസ് കയറി വരുന്നത്. ഞാൻ നോക്കിയപ്പം കിടന്നുറങ്ങിയ ആൾ കംപ്ലീറ്റ് എഴുന്നേറ്റും വെച്ചാൽ പത്രോസിനെ സ്വീകരിക്കാൻ നിൽക്കുക. എന്തിനാ? 3000 പേരെ കൊണ്ട് വരിക. ദൈവനാമത്തിലേക്ക് അടുപ്പിച്ച 3000 പേരെ കൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ല, ദൈവം ഏൽപ്പിച്ച താലന്ത്, പത്രോസിനെ ദൈവം ഏൽപ്പിച്ച താലന്ത് ആ കൊട്ട കൊണ്ട് കൊടുത്തില്ലേ? ആ കൊട്ട കൊടുത്തപ്പോൾ അതിനെ വ്യാപാരം ചെയ്തു. ഒറ്റ ട്രിപ്പിന് 3000 പേരെ കൊണ്ട് വന്നിരിക്കുക. അപ്പൊ അവർക്ക് കിടന്നുറങ്ങാൻ ഒക്കത്തില്ല. അവർ എഴുന്നേറ്റ് അവനെ സല്യൂട്ട് ചെയ്യുക മാത്രം. അവൻ കിരീടം കൊടുക്കുക. കിരീടം കൊടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് മൊത്തം നക്ഷത്രം എടുപ്പിക്കുക, സ്റ്റാർ വെച്ച് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരു സ്റ്റാർ വെച്ച് കൊടുത്തു. അപ്പൊ നീ എത്ര ആത്മാക്കളെ കൊണ്ടിരുന്നോ? ഒരു സ്റ്റാർ. എത്ര ആത്മാക്കളെ? ആ ആത്മാക്കളെ നേടുന്നതിനനുസരിച്ച് സ്റ്റാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലയിൽ ആ കിരീടത്തിന്, അതല്ലേ പറഞ്ഞത്, കിരീടം നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞില്ലേ? നീതിയിടയ്ക്ക് ഓരോ കിരീടം പ്രാപിക്കണ്ടേ? ഈ കിരീടം പ്രാപിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കിരീടം വരുന്നതെന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരാത്മാവിനെ നേടിയാൽ കിരീടത്തിന്, നമുക്കുള്ള കിരീടത്തിന്റെ ശോഭ കൂടും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ളവരാരും ഈ കിരീടത്തിന് വേണ്ടി ആരും നോക്കുന്നില്ല. എല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവേ വണ്ടിയില്ല, എനിക്ക് ഒരു വണ്ടി തരണം, നടക്കാൻ വണ്ടിയില്ല, അല്ലേ? അതിന് നമ്മുടെ ചിന്ത അങ്ങനല്ലേ? കർത്താവ് പോകാൻ വാഹനമില്ല, വാഹനം തരണേ. കർത്താവ് ഉടനെ മറുപടി അയച്ചു, കൊടുത്തരും മോനെ, അവനൊരു വാഹനം കൊടുത്തരും, അല്ലേ? നമ്മുടെ എല്ലാവർക്കും വാഹനം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എന്നെ സ്നേഹിപ്പാൻ, എൻ്റെ നാമത്തിന് വേണ്ടി സ്നേഹിച്ച ഒരാളെ കൊണ്ടുവരാൻ ഒരാളും തയ്യാറാവുന്നില്ല. എല്ലാവർക്കും വേണ്ടിയ കാര്യങ്ങൾ ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാ പറഞ്ഞ, ഈ ഭൂമിയിൽ വേണ്ടിയതെല്ലാം ബാലന് ഞാൻ കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ലേ? അവന് വേണ്ടിയതെല്ലാം ഞാൻ കൊടുത്തു. അവന് ഇനിയും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവന് വേണ്ടിയതെല്ലാം കൊടുത്തു. പക്ഷെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിപ്പാൻ, എൻ്റെ നാമത്തെ സ്നേഹിപ്പാൻ ആൾക്കാരെ എങ്കിലേക്ക് ആദായപ്പെടുത്താൻ, എൻ്റെ പിതാവിലേക്ക് എനിക്ക് കൊണ്ടുപോകണം. എൻ്റെ പിതാവിൻ്റെ പഴയ തേജസ്സിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണം. അഥവാ മനുഷ്യവർഗത്തെ മൊത്തം പഴയ തേജസ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കണം. എനിക്ക് പിതാവിനെ കാണിക്കാൻ ഒക്കത്തുള്ളൂ. ഞാനാണ് പിതാവിനെ കാണിക്കുന്നത്. എൻ്റെ പിതാവിനെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്ക വരണം. അപ്പോൾ ഈ 3000 പേരെ കൊണ്ട് പത്രോസ് വന്നപ്പോൾ ഇവരെല്ലാം എഴുന്നേറ്റ് നിന്നില്ലെന്നറിയും. അവനെ സ്വീകരിക്കാൻ കുറഞ്ഞ 3000 പേരെ എങ്കിലേക്ക് ആദായപ്പെടുത്തി. ആ ആദായം ഞാൻ
പിതാവിനെ കാണിക്കണം, അവരെ മുഴുവൻ പിതാവിനെ കാണിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടെ അതിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് കാണിക്കും. അപ്പം ഈ ഒരു സുവിശേഷകല ചെയ്യുമ്പോൾ ഈ 12 കൊട്ട ഓരോരുത്തരെ കൊടുത്തപ്പോൾ ഓരോരുത്തരും നേടിയ ആത്മാക്കളെ, അല്ലേ, ഭൂലോകത്തേക്കാൾ വിലയുള്ള ഒരു ആത്മാവ്, അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ അത്രയും വിലയുള്ള ആത്മാക്കളെ ഒരാൾ നേടിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഈ ഉറങ്ങിക്കിടന്ന ദൂതന്മാര് കംപ്ലീറ്റ്, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ മൊത്തം എഴുന്നേറ്റ് അവനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാത്മാവിനെ കയറുമ്പോഴാണ് എന്നോട് പറഞ്ഞ ഒരാത്മാക്കളൊക്കെ കിട്ടുമ്പോഴേ ഇടയ്ക്കൊന്ന് ഞെട്ടുന്നത്. ഇങ്ങനെ ഈ ഉറങ്ങിക്കിടന്നവരെ ഞെട്ടുന്നത് ഇങ്ങനെ, ഒരാത്മാക്കളെ നേടിയ ആരോ ഒരാത്മാക്കളെ നേടി, ബാക്കി എല്ലാവരും കിടന്നു. അപ്പം നമ്മൾ ഇവരെല്ലാം എഴുന്നേറ്റ് നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ആത്മാക്കളെ നേടണമെന്നുള്ളൊരു പാലിച്ച ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ 12 കൊട്ട കൊടുക്കുമ്പോൾ ശിഷ്യന്മാർക്ക് 12 കൊട്ട കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പാലിച്ച ഉത്തരവാദിത്വം കൂടെ അവർ കൊടുത്തു. ഞാനില്ല, ഞാൻ പോവാ, ഞാൻ 3.5 വർഷം ഉള്ളായിരുന്നു, 3.5 വർഷം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എൻ്റെ ശുശ്രൂഷ മൊത്തം നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ ഈ പാലിച്ച ഉത്തരവാദിത്വം അവരൊക്കെ ഏൽപ്പിച്ചു, ഓരോ ആത്മാക്കളെ നേടുക എന്നുള്ളത്, അല്ലേ? ആ നേടാനായിട്ട് നമ്മളും കൂടെ ജാഗ്രത കാണിക്കണമെന്നുണ്ട്. മുന്നറിയിപ്പ് ആ ഒരു മെസ്സേജ് കൂടെ എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് ഓഫീസ് കാണിച്ചത് വേറെ ഒന്നുമല്ല. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ലെറ്റർ കൊടുക്കുന്നു, നമുക്ക് വേണ്ടി മറുപടി കിട്ടുന്നു, അല്ലേ? കുറേ പേര് കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിനെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുത്താൽ ദൈവത്തിന് ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് വേണ്ടിയത് ഒരാത്മാ, ഒരു ജീവനെ എങ്കിലേക്ക് നയിക്കുക, നശിച്ചു പോകുന്നൊരു ആത്മാവിനെ നേടുക എന്നുള്ളൊരു ദൗത്യം. അഥവാ വചനം പറഞ്ഞ് മനസ്സിലാക്കുക, ഒരാളെ വചനം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ദൗത്യം ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ശിഷ്യന്മാർ ആ ദൗത്യം നന്നായിട്ട് ചെയ്യും. നമ്മളാരും ഇപ്പോഴത്തെ ആൾക്കാരും ചെയ്യുന്നു. അതാണ് അതിനകത്തെ ഒരു ഇതായിട്ട് എനിക്ക് ദൂതായിട്ട് ദൈവം താങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഉത്സാഹരായിരിക്കണം. ദൈവനാമത്തെ, ദൈവവചനത്തെ പ്രഘോഷിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് ഈ ദൈവവചനം എത്തിപ്പിക്കാനും, അല്ലേ? അത് പറയേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിതാവിനെ കുറിച്ച് പറയണം, 2 പുത്രനെ കുറിച്ച് പറയണം, 3 പരിശുദ്ധ. ഇവരെ 3 പേരെ അല്ലാതെ എന്നെ കുറിച്ച് പറയണ്ട, ഞാൻ വലിയ ആളാണ്, ഞാൻ ഇന്നടത്താണ്, അതല്ല. പറയേണ്ട ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് പറയണം, എൻ്റെ പിതാവിനെ കുറിച്ച് പറയണം, എൻ്റെ പുത്രനെ കുറിച്ച് പറയണം, പരിശുദ്ധാത്മാവിനെ, പിതാവിനെ കുറിച്ച് പറയണം, പുത്രനെ കുറിച്ച് പറയണം, പരിശുദ്ധ. ഈ 3 വ്യക്തികളല്ലാതെ വേറെ ആരെക്കുറിച്ച് എനിക്ക് ചെയ്ത ദൈവം ചെയ്ത നന്മകളൊക്കെ ഉണ്ട്, അതൊന്നുമല്ല വർണ്ണിക്കേണ്ടത്. വർണ്ണിക്കുന്നത് എൻ്റെ വചനമാണ്. എൻ്റെ വചനമാണ് കറക്റ്റ് പ്രസ്താവിക്കുന്നത്. അതാണ് ആ ദൂതിൻ്റെ ഒരു വെളിപ്പാടിനെ കാണിക്കുക. ഞാനങ്ങ് പറഞ്ഞു തുടങ്ങിയുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ദൂതും കൂടെ അതിനകത്ത് പറഞ്ഞില്ലെങ്കിൽ, കാണിച്ചൊരു ദൂതും കൂടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ. അപ്പം നമുക്ക് വിശ്വസ്തരായിട്ട് ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി ഒരാത്മാവിനെ നേടുന്നു. യേശുവാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ എല്ലാം എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പിതാവിനെ ഞാൻ മുഖാന്തരമല്ല, ആരും പിതാവിന് അന്നേരം മുഖാന്തരം വേണമെങ്കിൽ യേശു വേണം, അല്ലേ? അപ്പം മുഖാന്തരത്തിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനുള്ള ആഹ്വാനം കൂടിയാണ് ഈ ഒരു ഈ ഒരു മെസ്സേജും. അത് തന്നെയല്ല, ഈ ബാലൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പം വാങ്ങിച്ചിട്ട് ശിഷ്യന്മാർക്ക് പുറത്തു കൊടുത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ദൈവവചനം എത്തിക്കുക. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നമുക്ക് ഇവിടെ അവസാനിക്കാം. നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ ശരീരത്തിൽ ജീവിക്കുമെന്നുള്ള വിഷയം വീണ്ടും തുടർച്ചയായിട്ട് നമുക്ക് ചിന്തിക്കാം. ചെറിയ എപ്പിസോഡുകളായിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.